മക്കളെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ നാളെ വൈകുന്നേരം കൃത്യം 5 മണി മുതൽ നമ്മുടെ SSC RRB ചാനലിൽ നമ്മുടെ ലൈവ് ക്വിസ് സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ ക്വിസിലേക്ക് എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ദിവസവും വൈകുന്നേരം 5 മണിക്ക് കൃത്യമായിട്ട് ലൈവ് ഉണ്ടാവും. ഈ ലൈവിൽ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ സമ്മാനങ്ങൾ നേടാനുള്ള, ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള അവസരം കൂടെ ലഭിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരോട് മത്സരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഓരോ ദിവസവും ഓരോ ഭാഗ്യവാനായിട്ടുണ്ടാകും. 500 രൂപയാണ് ആ ഭാഗ്യവാന് ക്യാഷ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം, ഈ ഒരു ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊള്ളുക. അതിനു വേണ്ടിയിട്ട് ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് കഹൂത്ത് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 2 രീതിയിൽ നിങ്ങൾക്ക് കഹൂത്ത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഹൂത്ത് എന്ന് നമ്മുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഐക്കണിൽ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ആയി നിൽക്കാം. നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് ഗൂഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ആയിട്ട് നിൽക്കാം. ഓക്കെ, ദെൻ മറ്റൊരു വഴി എന്ന് പറയുന്നത് വെബ് ബ്രൗസറിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഗൂഗിളിൽ പോയിട്ട് കഹൂത്ത് എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നേരെ നിങ്ങൾ കഹൂത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ആവും. ഈ 2 രീതിയിലും നിങ്ങൾക്ക് കഹൂത്ത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന വിഷ്വൽസ്, അതായത് യൂട്യൂബിൽ പോകുന്ന ലൈവ് കൂടി കാണുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം മുകളിലും താഴെയുമായിട്ട് നമ്മുടെ യൂട്യൂബും അതേപോലെ തന്നെ കഹൂത്ത് പ്ലാറ്റ്ഫോമും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ലൈവ് വളരെ സുഗമമായി ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ കഹൂത്തിലേക്ക് വന്ന് ക്വിസ് അറ്റൻഡ് ചെയ്യാം. തിരികെ യൂട്യൂബിലേക്ക് പോയി അവിടുത്തെ കമന്ററിയും കേൾക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ 2 രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ചുള്ള ഒരു സമയം ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓരോ ചോദ്യത്തിനും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക. അതിന് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ പ്രൊഫഷണൽ ആണോ എന്ന രീതിയിൽ ഒരു ചോദ്യം ഉണ്ടാകും. അവിടെ നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അകത്തേക്ക് കയറുമ്പോൾ തന്നെ താഴെ ഒരു ലൂഡോയുടെ കൂട്ടത്തെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഒരു പിൻ അടിക്കാനായിട്ട് വരും. ഈ സമയത്ത് നിങ്ങളുടെ യൂട്യൂബിന്റെ സ്ക്രീനിൽ ഒരു പിന്ന് നിങ്ങൾക്ക് എൻ്റർ ആവും. ഒരു 6 ഡിജിറ്റ് ഉള്ള പിന്നായിരിക്കും. ആ ഗെയിം പിന്ന് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നിക് നെയിം അടിക്കാനായിട്ട് വരും. ആ നിക് നെയിം നിങ്ങളുടെ സ്വന്തം പേര് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിക് നെയിം ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ ഇതുകൂടെ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിം റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ വെബ് ബ്രൗസറിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നേരെ ഗൂഗിളിൽ കയറി എൻ്റർ ചെയ്യുന്ന സമയത്ത് താഴെ ഈ ലൂഡോയുടെ പോലത്തെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ പ്രൊഫഷണൽ ആണോ എന്നുള്ളത് മാത്രമായിരിക്കും കാണാൻ കഴിയുക. അതിൽ സ്റ്റുഡൻറ് സെലക്ട് ചെയ്യാം. നേരെ അകത്തേക്ക് കയറിയതിനു ശേഷം നിങ്ങളുടെ നിക് നെയിം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഗെയിം പിൻ കൊടുക്കാനായിട്ട് ചോദിക്കും. അവിടെ സ്ക്രീനിൽ കാണുന്ന, അതായത് യൂട്യൂബിന്റെ സ്ക്രീനിൽ കാണുന്ന ഗെയിം പിൻ കൊടുക്കാവുന്നതാണ്. ഓരോ ഗെയിമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗെയിം പിൻ ആയിരിക്കും. അതുകൊണ്ട് അതാത് ദിവസം സ്ക്രീനിൽ കാണുന്ന ഗെയിം പിൻ വേണം എവിടെ കൊടുക്കാനായിട്ട്, ഈ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ട്. ദെൻ നിങ്ങൾ നേരെ ഗെയിം റൂമിലേക്ക് എൻ്റർ ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ ഉറപ്പിക്കാം. ഗെയിമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്ത് നിന്നും ഗെയിം ലോക്ക് ചെയ്യും. ഗെയിം റൂം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഗെയിം കളിക്കാനായിട്ട് കയറാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ 5 മണി സമയം തൊട്ട് ഒരു 5:10 വരെ അല്ലെങ്കിൽ ഒരു 5:05 വരെയുള്ള സമയം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഗെയിം റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുക. ഗെയിം റൂം എപ്പോഴാണോ ലോക്ക് ആവുക അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഗെയിം റൂമിലേക്ക് എൻ്റർ ആവാനായിട്ട് കഴിയുകയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നീട് എൻ്റർ ആയില്ല എന്നതിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വരുന്ന ലൈവ് ക്വിസിൽ എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാനായിട്ട് സാധിക്കും. ഗെയിം റൂമിൽ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്ക്രീനിൽ, അതായത് യൂട്യൂബിന്റെ സ്ക്രീനിലായിരിക്കും, യൂട്യൂബ് ലൈവിലായിരിക്കും ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റുക. കഹൂത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന 4 ഓപ്ഷനുകളിൽ ഓരോ കളറുകൾ ഉണ്ടായിരിക്കും. ആ കളറുകൾ നിങ്ങൾക്ക് എവിടെ ഡിസ്പ്ലേ ആകും, കഹൂത്ത് പ്ലാറ്റ്ഫോമിൽ, കഹൂത്ത് എന്ന് പറയുന്ന ആപ്പിലോ വെബ് ബ്രൗസറിലോ ഡിസ്പ്ലേ ആകും. അതിൽ ഏത് ഓപ്ഷന്റെ നിറമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ശരിയായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കഹൂത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ ചോദ്യങ്ങൾ കാണാനുള്ള സാഹചര്യം ചില ചോദ്യങ്ങളിൽ ഉണ്ടാവും, എല്ലാ ചോദ്യങ്ങളിലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കഹൂത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ ചോദ്യങ്ങൾ കാണാനുള്ള സാഹചര്യവും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കഹൂത്ത് പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡബിൾ സ്ക്രീൻ ഇടാണ്ട് പോലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ചില സമയത്ത് ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാത്രമായിരിക്കും കഹൂത്ത് പ്ലാറ്റ്ഫോമിന്റെ സ്ക്രീനിൽ ഉണ്ടാവുക. അവിടെ ഓപ്ഷൻസിന്റെ പേര് ഒന്നും കാണില്ല, നിറങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കിടക്കുന്ന എവിടെയായിരിക്കും, യൂട്യൂബിന്റെ സ്ക്രീനിലായിരിക്കും. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം.
ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഒരു തവണ ക്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ താഴെ കാണുന്ന ഡാഷ്ബോർഡിലോ മറ്റോ ഒക്കെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഇത് ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ഇതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കഹൂത്ത് പ്ലാറ്റ്ഫോമിൽ ഒന്ന് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണും. ആ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ശരിയായിട്ടൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. 1, 2 എന്ന രീതിയിലല്ല, 900 600 ഒക്കെ ആയിരിക്കും ഓരോ ക്വസ്റ്റിന്റെയും പോയിന്റ് വരിക. ചില ചോദ്യങ്ങൾക്ക്, ഇതിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള ചില ചോദ്യങ്ങൾക്ക് ഡബിൾ പോയിന്റ് കിട്ടാം. അതായത് 1000 ആണ് ഒരു നോർമൽ ചോദ്യത്തിന് കിട്ടുന്ന പോയിന്റ് എങ്കിൽ ഡബിൾ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2000 കിട്ടാം. എന്ന് പറഞ്ഞാൽ 20 ചോദ്യങ്ങളുള്ള ഒരു ക്വിസ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബാക്ക് നിൽക്കുകയാണെങ്കിലും മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡബിൾ പോയിന്റ് കിട്ടി നിങ്ങൾ നേരെ 1ാം സ്ഥാനത്തേക്ക് എത്താനും മതി. അതുകൊണ്ട് ശ്രദ്ധിച്ച് സമയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നാളെ വൈകുന്നേരം കൃത്യം 5 മണി മുതലുള്ള ഗെയിമിൽ പങ്കെടുക്കാം. അടിപൊളിയായിട്ട് മത്സരിക്കാം. മത്സരിച്ച് ഫസ്റ്റ് പ്രൈസ് നേടി സമ്മാനവും നേടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് വൈകുന്നേരം കൃത്യം 5 മണിക്ക് ഗെയിമിൽ കാണാം.